ഡിഗ്നസ് ആയാണ് നമ്മുടെ നടുവിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, വളരെ അടുത്ത് ഈ ദേശത്തായിരിക്കുമ്പോൾ ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന പാസ്റ്റർ റോയി എം ജോർജ് ആണ്. ഞങ്ങൾ എല്ലാ മാസവും, മിക്കവാറും എല്ലാ മാസവും ഒരിക്കലെങ്കിലും തമ്മിൽ കാണാറുണ്ട്. കാരണം ഞങ്ങൾക്കൊരു പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ഇവിടെ ഉണ്ട്. അതിന് മുൻകൈ എടുത്തത് പ്രിയ പാസ്റ്ററാണ്. ഞങ്ങൾ 8-10 ദൈവദാസന്മാർ എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച ഒരുമിച്ച് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ കൂടി, ഈ കുറച്ച് നാളുകൾ സൂമിലായിരുന്നു എങ്കിലും കൂടുതലും ഞങ്ങൾ ഭവനത്തിൽ കൂടി ഒരുമിച്ച് കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ചില സെക്കൻഡ് സാറ്റർഡേസ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വേളയിൽ ഞാൻ മുങ്ങുന്നത്. അത് നിങ്ങളുടെ അടുത്ത് നിന്ന് മുങ്ങുന്നെങ്കിലും ദൈവദാസന്മാർ ഒരുമിച്ചുള്ള ശക്തമായ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത്. സ്തോത്രം. നിങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളുകയും ദൈവമക്കൾ ആ ദൈവസ്നേഹത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പ്രാപ്തരാണ് എന്ന് തെളിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ പാസ്റ്റർ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും പരിചിതനാണ്. അദ്ദേഹം മുൻപ് നമ്മുടെ സഭയിലെ ഒരു കുടുംബത്തോടൊപ്പം അദ്ദേഹവും കുടുംബവും ഒരുമിച്ച് ഒരു പ്രിമൈസിൽ താമസിച്ചിട്ടുണ്ട്. അയൽക്കാരാണ് ആ രീതിയിൽ. അതുപോലെ നമ്മുടെ നാട്ടിലെയും പലരുടെയും അയൽക്കാരാണ്. അദ്ദേഹം വിലന്തൂർ സ്വദേശിയാണ്. വിലന്തൂറുകാര് പലരും അദ്ദേഹത്തിന്റെ നാട്ടുകാരാണ്. അങ്ങനെയും അയൽവക്കക്കാരാണ്. അങ്ങനെ ദൈവമക്കൾ പലരും അദ്ദേഹത്തെ അടുത്ത പരിചയമുണ്ട്. കർത്താവിന്റെ ദാസിയും പല സമയത്തും എനിക്കും ജെസ്സിയുടെ ആയിരുന്ന സമയത്തൊക്കെ പല നിലകളിലൊക്കെ ചില സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രിയ പാസ്റ്റർ ഇമ്മാനുവേൽ റിവൈവൽ ചർച്ചിന്റെ ശുശ്രൂഷകനാണ് ദോഹയിൽ. എല്ലാ ദിവസവും അദ്ദേഹം ഒരു മെസ്സേജ് രാവിലെ തോറും ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി സവിശേഷതകളുണ്ട്. കർത്താവ് ത്രിദാസനെ വിവിധ നിലകൾ ഉപയോഗിക്കുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം എന്നെ പലതവണ അവരുടെ സഭയിൽ ക്ഷണിക്കുകയും ഉപവാസ പ്രാർത്ഥനകളിലും സഭായോഗങ്ങളിലും ഒക്കെ ഈ റീസെന്റ് ശുശ്രൂഷിക്കാനായിട്ട് ക്ഷണിക്കുകയും അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കത് ഒത്തിരി അനുഗ്രഹവും എന്റെയും അഭിവൃദ്ധിക്കും കാരണമായി തീർന്നിട്ടുണ്ട്. അതും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയും കർത്താവിനെ ഉയർത്തുകയും ചെയ്യുന്നു. ദൈവദാസനെ, സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം കർത്തദാസനോട് ഞാൻ മുൻപ് തന്നെ സമയം എത്രയാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്പം മുന്നോട്ട് പോയാലും നോ ഇഷ്യൂസ്. ദൈവമക്കൾ വചനം കേൾക്കാൻ വളരെ ദാഹത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കുന്നു. അതുകൊണ്ട് ദൈവദാസനെ തുടർന്നുള്ള സമയം ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ സമയം വേർതിരിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ റോയി എം ജോർജ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ ഈ നല്ല രാത്രികാല സമയം ഡിവൈൻ ന്യൂ ലൈഫ് ചർച്ചിലെ പ്രിയ ദൈവമക്കളോട് ചേർന്ന് ഒരുമിച്ച് ഒരാത്മീയ കൂട്ടായ്മ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന, ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രേംകുമാർ പാസ്റ്റർ, സഭാ ശുശ്രൂഷനായിരിക്കുന്ന ദൈവസഭ അത് സകലത്തിലും അനുഗ്രഹത്തോട് മുൻപോട്ട് വർദ്ധിച്ചുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ ദാസനോട് ചേർന്ന് ആത്മീയ കൂട്ടായ്മ ആചരിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ കൃപയാൽ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു വാഗ്മിയാണ് കർത്താവിന്റെ ദാസനെ നിങ്ങൾക്ക് ശുശ്രൂഷനായി ലഭിച്ചത് വളരെ അനുഗ്രഹപ്രദമാണ്. അതോടെ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ ഒരു ഫാമിലി ഡേ ഒരു വർഷത്തിൽ ഒരിക്കൽ ഞങ്ങൾ ആചരിക്കും. ഒരുമിച്ച് ഞങ്ങളുടെ ഫാമിലീസ് കൂടി സ്തോത്രം വേദപുസ്തക അടിസ്ഥാനത്തിൽ കുടുംബം എങ്ങനെ നയിക്കാം എന്ന വിഷയം സംബന്ധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും കുടുംബമായിട്ട് തങ്ങളുടെ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി പ്രതിഷ്ഠിച്ച് പുതുക്കുകയും ആ സമയത്ത് സ്തോത്ര കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഞങ്ങൾ സഭ തുടങ്ങിയ കാലം മുതലേ ഞങ്ങളുടെ സഭയിൽ നിർവഹിച്ചു വരാറുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ അത് ചെയ്യുന്നത് സ്തോത്രം പാസ്റ്റേഴ്സിനെ കൊണ്ടല്ല, വെളിയിലുള്ളതായ സ്തോത്രം നല്ല സാക്ഷി ജീവിതത്തിന് ഉടമയായ വ്യക്തികളെ കൊണ്ടാണ് ഞങ്ങളത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രണ്ട് പ്രാവശ്യം മാത്രം, ഒരിക്കൽ സ്തോത്രം ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ ബിജു പാസ്റ്ററിനെ കൊണ്ടും, രണ്ടാമത് കഴിഞ്ഞ മാസം പ്രേംകുമാർ പാസ്റ്ററിനെ കൊണ്ടുമാണ് ഈ മീറ്റിംഗിലെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കൃപയാൽ ഇടയായി തീർന്നു. അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ക്ലാസ് എടുക്കുവാനും അന്ന് കർത്തൃമേശയിൽ ഞങ്ങളോട് ഒരുമിച്ച് പങ്കാളികളായി തീരുവാനും സഹോദരങ്ങളെ, കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. ഇതിനെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാല സമയം ഈ മീറ്റിംഗിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവ ജനത്തിനും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു.
ഞാൻ പത്തനംതിട്ടയ്ക്കടുത്ത് ഇലന്തൂർ സ്വദേശിയാണ്. സ്തോത്രം. ഞാൻ കുടുംബവുമായി കഴിഞ്ഞ 20 വർഷമായി ഖത്തർ പ്രദേശത്തായിരിക്കുന്നു. സ്തോത്രം. ഞാനിവിടെ ഇമ്മാനുവൽ റിവൈവൽ ചർച്ചിൽ ശുശ്രൂഷകനായി കർത്താവിന്റെ വേളയിൽ ആയിരിക്കാൻ കൃപയാൽ ദൈവം ഭാഗ്യം തന്നിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. സ്തോത്രം. എന്നെക്കുറിച്ച് പരിമിതമായ ഒരറിവ് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സ്തോത്രം. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ ഭാഗങ്ങളിലേക്ക് ഒരുമിച്ച് ദൈവജനത്തിന്റെ ചിന്ത കൊണ്ടുപോകാൻ തക്കവണ്ണം കർത്താവിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, മനോഹരമായ ദിവസത്തിന്റെ നല്ല രാത്രികാല സമയം സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാനും ഞങ്ങളുടെ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ തിരുവചനം ധ്യാനിക്കുവാനും അവിടുന്ന് ഇടയാക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, തിരുക്കരങ്ങളിലേക്ക് സ്തോത്രത്തോട് ദൈവസഭയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവസഭ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്നുവല്ലോ. നിന്റെ ജനത്തെ നീ അനുഗ്രഹിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തണം. നിത്യതയ്ക്കായി സ്വർഗീയ കനാനായി നിന്റെ ജനത്തെ ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾ വായിച്ച വേദഭാഗത്തെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം യിരെമ്യാവിനോട് അരുളി ചെയ്തു, നീ ഉറക്കെ നിലവിളിക്കുക, നീ അറിയാത്തതും മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഇന്ന് രാത്രികാലം അടിയൻ ദൈവസന്നിധിയിൽ വായിച്ച ദൈവവചന ഭാഗത്തെ ദൈവവചനങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുവചന മർമ്മങ്ങളെ നീ വെളിപ്പെടുത്തി നൽകണം. നിന്റെ ജനത്തോട്, നിന്റെ മക്കളോട്, ഒരു കുടുംബങ്ങളോട് നീ സംസാരിക്കുമാറാകണം. കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിന്റെ നാമം മഹത്വം എടുക്കണം. വരവനായി ഒരുക്കണം. അതിനായി അടിയന്റെ വായിലെ വാക്കുകൾ നിന്റെ ജനത്തിന്റെ ഹൃദയത്തിന്റെ ധ്യാനം യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കണം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വളരെ ചിരപരിചിതമായ ഒരു സംഭവമാകുന്നു മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13-മുള്ള വേദഭാഗങ്ങൾ. എന്നാൽ നമ്മൾ ചെറുപ്രായത്തിൽ മുതൽ സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടം മുതൽ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു 5000 പേരെ പോഷിപ്പിച്ചു എന്ന സംഭവത്തോട് ബന്ധപ്പെട്ടതായ ഒരു വാക്യഭാഗമാകുന്നു നാം ഇന്ന് വായിച്ചത്. എന്നാൽ ഇന്ന് രാത്രികാലം അത്ഭുതങ്ങളുടെ അനുഭവങ്ങളെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാനല്ല ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നത്. അതിനകത്തുനിന്ന് ചില ചിന്തകൾ ഒരുമിച്ച് ദൈവവചന കേൾവിക്കും ദൈവവചന ചിന്തയ്ക്കുമായി പങ്കുവെക്കുവാൻ അത്രേ കർത്താവിൽ ശരണം പ്രാപിക്കുന്നത്. ഇന്ന് രാത്രികാലം ദയവായി സന്ധിയോട് എന്നോട് ഒരുമിച്ച് ഉണ്ടാകണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇവിടെ ഈ കാണുന്ന ഭാഗം വായിക്കുമ്പോൾ, വിശേഷം അതിന്റെ 13-നുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, അവിടെ ആ ദേശത്തിന്റെ പ്രത്യേകത 13-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ, സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദം ചെയ്തതിനു ശേഷം യേശു ആ വിവരം അറിഞ്ഞ് ആ ദേശം വിട്ട് നിർജ്ജന പ്രദേശത്ത് കടന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 13-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ്, യേശു പാർത്ത തന്റെ പട്ടണം വിട്ട് യേശു ഒരു നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോകുന്നു. ആ ദേശത്തിന്റെ പ്രത്യേകത തൊട്ടടുത്തുള്ള വാക്യത്തിനകത്ത് വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധ്യമാണ്. അതൊരു മരുഭൂമിയാണ്. അതിനകത്ത് വേറൊരു പ്രത്യേകത, നേരം വൈകിയതാണ്. ഈ പശ്ചാത്തലങ്ങളിൽ ഒക്കെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ പശ്ചാത്തലങ്ങൾ ഇതായിരിക്കെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നാകുന്നു. എന്റെ വാത്സല്യ സ്നേഹിതരെ, ഈ ഒരു പശ്ചാത്തലത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, പ്രതിസന്ധികളുടെ നടുവിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറുവാൻ ദൈവജനത്തിന് ഇടയാകണം എന്ന വിഷയമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള ബന്ധത്തിൽ പല വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കടന്നു വരും. എന്നാൽ ഇന്ന് രാത്രികാലം സ്തോത്രം, നമ്മൾ ഇതിനൊരു ഹെഡ്ലൈൻ കൊടുത്താൽ അത് ഇപ്രകാരമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദയവായി നമ്മൾ ഇതിനോട് ചേർന്ന് നമ്മൾ കടന്നു വരണം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതായി നമുക്ക് വേദപുസ്തകത്തിന്റെ ചരിത്ര താളുകളിൽ നമുക്ക് കാണുവാൻ സാധ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം വേദപുസ്തകത്തിൽ അതിന്റെ 1-ാമത്തെ അധ്യായം അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, മനുഷ്യനെ വാഴുവാൻ ദൈവം അധികാരം കൊടുത്തു.
ആവർത്തിച്ച് മനുഷ്യനോട് പറയുന്ന ഒരു പദമാണ് വാഴുക, വാഴുക, വാഴുക. പ്രൈസ് ദി ലോർഡ്. വാഴുവാൻ അധികാരം കൊടുത്ത ദൈവം 2-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനോട് പ്രത്യേകമായി അവിടെ പറയുന്നു. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2:15. ഞാൻ എടുക്കണം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. സ്തോത്രം. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് മനുഷ്യനോട് ദൈവം പറയുന്നത് അവനെ ഏദൻ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തോട്ടം സൂക്ഷിക്കുവാനും തോട്ടത്തിൽ വേല ചെയ്യുവാനുമാണ് അവനെ ആക്കി വെച്ചത്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രികാലം ഈ വചന സന്ദേശങ്ങൾ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദയവായി നിങ്ങൾ ഒരുമിച്ച് ശ്രദ്ധയോട് കടന്നു വരണം. വേദപുസ്തകം പഠിപ്പിക്കുന്ന പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ, സ്തോത്രം, പഴയ വിശുദ്ധന്മാരായ ദൈവഭക്തന്മാരെ കുറിച്ച് കാണുമ്പോൾ അവരെല്ലാവരും തന്നെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർ ഉത്സാഹികളായിരുന്നു എന്ന് കാണുവാൻ സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനോട് പറയുകയാണ് തോട്ടം സൂക്ഷിക്കുവാനും തോട്ടം കാക്കുവാനും അതിനകത്ത് വേല ചെയ്യുവാനുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്നാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ദൈവം കൊടുത്ത ഒരു പണി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവരുടെ ദൗത്യം, അവന് മനുഷ്യന് ദൈവത്തോടൊരുമിച്ചൊരു കൂട്ടായ്മ ബന്ധം ഉണ്ടായിരുന്നു. അത് വാസ്തവം തന്നെയാകുന്നു. എന്നാൽ അവന് കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് ആ തോട്ടം, ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ തോട്ടം സൂക്ഷിക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. ഇന്ന് രാത്രികാല സമയം ഡിവൈൻ ന്യൂ ലൈഫ് ചർച്ചിന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിശ്വാസികളായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ സന്ദേശം യൂട്യൂബിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രാദേശിക സഭയാകുന്ന തോട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കർത്തവ്യമുണ്ട്. അത് നിങ്ങളുടെ സമാശുശ്രൂഷകൻ മാത്രം നിർവഹിക്കേണ്ട കർത്തവ്യമല്ല. ദൈവജനമേ, ദൈവാനുരൂപമായി വീണ്ടും ജനിക്കപ്പെട്ട ഓരോ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള കർത്തവ്യങ്ങൾ അവർ മറന്നു പോകുവാൻ, വിസ്മരിച്ചു പോകാൻ ഒരിക്കലും ഇടയാകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആരാധന എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം ആരംഭിച്ച് അതിനുശേഷമായി റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 11-12 വാക്യഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ജനത്തോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളുടെ ബന്ധത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നാം കർത്താവിനെ സേവിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കണം. ആരാധനയ്ക്ക് പോകണം എന്ന് പറയുമ്പോൾ ഹൃദയത്തിനകത്തൊരു ഉത്സാഹം ഉണ്ടായിരിക്കണം. കൂട്ടായ്മ ബന്ധങ്ങളിൽ ഹൃദയത്തിൽ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിൽ പാസ്റ്റർ വിളിക്കുമല്ലോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ആകരുത് നിങ്ങൾ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കേണ്ടത്. ഹൃദയത്തിനകത്ത് ദൈവസന്നിധിയിൽ ആത്മാവിൽ എരിവോടുകൂടെ കർത്താവിനെ സേവിക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ നിശ്ചയമായി ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ പറയട്ടെ, അവൻ ഇന്ന് അനേകർ അലസന്മാരായി ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ആ വാക്ക് പറയുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ ഇപ്രകാരം പറയുന്നു, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, വിളക്ക് കത്തിച്ച പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ അത്ര വെക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്ന നിർഭാഗ്യവശാൽ പല പെന്തക്കോസ് വിശ്വാസികളും പല ആത്മീയ സഹോദരങ്ങളുടെ വിളക്ക് കത്തിച്ച് അവരുടെ കുടുംബത്തിനകത്ത് മാത്രം കത്തുന്ന നിലയിലാണ് ഇരിക്കുന്നത്. ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറം ഒരു തലത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. ഇനി ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടായ്മ, ഇനി അതല്ലെങ്കിൽ അവരുടെ സഭയ്ക്കകത്ത്. എന്റെ സഹോദരങ്ങളെ, ദയവായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. വിഭാഗ്യത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, വിഭാഗ്യതയ്ക്ക് ഉടമകളായി തീരുന്ന ഏത് അനുഭവത്തിലുള്ള വ്യക്തിയായാലും, നിങ്ങൾ സഭയുടെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തിയായാലും, നിങ്ങൾ ശുശ്രൂഷകരായാലും, നിങ്ങൾ സഭയുടെ ലീഡർ ആയാലും, നിങ്ങൾ വാസ്തവമായി നിങ്ങൾ മനസ്സിലാക്കണം. ഗലാത്യ ലേഖനം 5:19 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിഭാഗ്യത എന്ന് പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തിയാകുന്നു. അതുകൊണ്ട് സ്വഭാവവ്യത്യാസമില്ലാതെ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ,
ആത്മാവിൽ എരിവുള്ളവരായി തീരുവാൻ, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി തീരുവാൻ. ആമേൻ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ ആരും വെക്കരുത്. ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്റെ അച്ചായൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടു, ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിനകത്തിരുന്ന് കൈകൊട്ടി പാടി ആരാധിച്ചാൽ നിത്യതയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ എസെക്കിയേൽ പ്രവാചകൻ ഒരു ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുഷ്ടം തന്നെ ദുഷ്ടതയിൽ മരിക്കും, എന്നാൽ അവന്റെ മരണത്തോട് കണക്ക് ചോദിക്കുന്ന ഒരു വ്യക്തി നീയായി മാറുമെന്നും നീ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാല സമയം വചനം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിളക്ക് കത്തിച്ച പറയിൻ കീഴിലല്ല, തണ്ടിന്മേൽ എത്ര വെക്കേണ്ടത്. നമ്മളൊക്കെ പറയും കീഴി വെച്ചത് കൊണ്ടാണ് നമ്മുടെ സഭ വളരാതെ പോകുന്നത്, നമ്മുടെ കൂട്ടായ്മകൾ വളരാതെ പോകുന്നത്. നമുക്കൊരു വ്യക്തിയെ പോലും ദൈവകൃപയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, നമ്മുടെ ജീവിതം കാണിച്ചുകൊണ്ട് ഒരാളെ സഭയിലേക്ക് ഒന്ന് ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ വിളക്ക് കത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് അത് നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഭവനത്തിനകത്ത് നമുക്ക് വേണ്ടി മാത്രം കത്തിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥ ഒന്ന് മാറണം. പ്രൈസ് ദി ലോർഡ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി മാറുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. സഹോദരങ്ങളെ, ഇന്ന് രാത്രികാല സമയം ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി മാറുവാൻ ഇടയാകുന്നെങ്കിൽ ദൈവം നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യാം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, ഞാൻ ചില സംഭവങ്ങൾ പറഞ്ഞു പോകുകയാണ്. നിർജ്ജന പ്രദേശമെന്ന് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം ആ ദേശത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ ജനം വസിക്കാത്ത ശൂന്യമായ ഒരു പ്രദേശം. ശൂന്യ എന്ന വാക്ക് നാം ആദ്യമായി വേദപുസ്തകത്തിൽ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്, അല്ലെ? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, സഭാപ്രസംഗയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇപ്പോൾ കർത്താവിന്റെ ദാസി വായിച്ചു കേൾപ്പിക്കും. വായിച്ചാട്ടെ. സഭാപ്രസംഗയുടെ പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്ന് കൂട്ടുവാനോ അതിൽ നിന്ന് ഒന്ന് കുറപ്പാനും കഴിയുന്നതല്ല. അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുവാനും കഴിയുന്നതല്ല എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗയുടെ പുസ്തകത്തിലൂടെ പറയുകയാണ്. സഹോദരങ്ങളെ, ശ്രദ്ധിക്കണമേ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഭൂമി അതെങ്ങനെ ഉപയോഗശൂന്യമായി പോയത്? അതെങ്ങനെ യോഗ്യമല്ലാതെ പോയത്? അതെങ്ങനെ പാഴായി പോയത്? ശൂന്യമായി പോയത്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദയവായി ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുക. നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, വാഴ്ചകളും അധികാരികളും, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന് സ്തോത്രം പരാമർശിക്കുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണുവാൻ സാധ്യമാണ്. സ്തോത്രം. അവൻ, പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. ലൂസിഫറിനെ കുറിച്ച് സ്തോത്രം വേദപുസ്തകം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സാത്താനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, അവൻ ഹല്ലേലൂയ, സ്തോത്രം, 2 പുസ്തകങ്ങളിലായി അത് നമുക്ക് കാണുവാൻ സാധ്യമാണ്. പ്രത്യേകമായിട്ട് ഒന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിലും ഹിസ്കിയാവിന്റെ പുസ്തകത്തിലൂടെ നമുക്കത് കാണുവാൻ സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ അവിടെ നമ്മൾ കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വേദഭാഗത്തും, യെശയ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം അധ്യായം 12 മുതൽ 14 വരെ വേദഭാഗത്തും, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വേദഭാഗത്തിലൂടെ നമ്മൾ കാണുന്നു. അതിൽ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് തുടങ്ങുന്നത്: അരുണോദയപുത്രനായ ശുക്ര, നീ അങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ദയവായി ശ്രദ്ധിക്കുക. അവൻ സ്തോത്രം സ്വർഗത്തിൽ ദൈവത്തെ ആരാധിപ്പാനായി ദൈവത്താൽ നിയോഗിതനായ
മാലാഖമാരിൽ പ്രധാനിയാകുന്ന ലൂസിഫർ നമുക്കറിയാം. എന്നാൽ തന്റെ ഹൃദയത്തിന്റെ സ്തോത്രം നിഗളം കൊണ്ട്, ദൈവത്തോടുള്ളതായ അനുസരണക്കേട് കൊണ്ട്, ദൈവത്തോടുള്ളതായ മത്സരം കൊണ്ട് അവൻ വെട്ടി നിലത്തിട്ടു എന്നാണ് വിശുദ്ധ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച ഭൂമി അത് ശാശ്വതമായിരുന്നു, അതിനോടൊന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതിന്റെ ആദ്യത്തെ വാക്ക് കഴിഞ്ഞ ശേഷം 2-ാമത്തെ വാക്കുഭാഗം പറയുന്നത് ഭൂമി പാടി ശൂന്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ആദ്യമായി ശൂന്യം എന്നൊരു ഭാഗം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാത്താൻ വെട്ടേറ്റ് നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഭൂമി പാടി ശൂന്യമായി. വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗങ്ങളും 2-ാം ഭാഗവും തമ്മിൽ യുഗങ്ങളുടെ വ്യത്യാസമുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പ്രൈസ് ലോർഡ് ഇന്ന് രാത്രികാലം ഒരു തിയോളജി പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വേണം കടന്നു പോകുവാൻ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ഉള്ള വാക്യഭാഗത്തൂടെ പറഞ്ഞട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ദൈവം സൃഷ്ടിച്ച ഭൂമി അത് ശാശ്വതമായിരുന്നു, അതിനോടൊന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ പിശാച് പ്രൈസ് ലോർഡ് വെട്ടേറ്റ് നിലത്തു വീണവരായി മാറിയപ്പോൾ ഭൂമി പാഴും ശൂന്യവുമായി മാറി. ഇന്ന് രാത്രികാല സമയം വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനെ ചൂടുള്ളവനായി സൃഷ്ടിച്ചു, എന്നാൽ അവനോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വന്നു എന്നത്രേ സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ സാധ്യമായി തരുന്നത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അവൻ നേരുള്ളവനായാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഞാനും നിങ്ങളും മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ജനവും വേദപുസ്തകം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട വീണ്ടും ജനം പ്രാപിച്ചവർ അവരെ ദൈവം നേരുള്ളവരെ സൃഷ്ടിച്ചു എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അവൻ നേരുള്ളവനായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, മനുഷ്യൻ ഇന്ന് പ്രൈസ് ലോർഡ് പലപ്പോഴും സംഭവിക്കുന്ന വസ്തുതകൾ, അവൻ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചും ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേക കുടുംബങ്ങളിൽ, അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ, അനേക പെന്തക്കോസ് വിശ്വാസികളുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പാഴും ശൂന്യതയുടെയും അനുഭവങ്ങൾ കാണുവാൻ സാധ്യമാണ്. സ്തോത്രം. ദൈവം ശ്രദ്ധിക്കണം. അനേകരുടെ തലമുറകൾ പാഴായി പോകുകയാണ്. തലമുറകളെ പാഴാക്കി കളയുന്ന ഒരു ദുഷ്ട വ്യാപാര ശക്തി, പ്രൈസ് ദി ലോർഡ്, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കി കളയുന്ന ഒരു ദുഷ്ട സാത്താന്യ ശക്തി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധ ജീവിതത്തെ സ്ഥാനം കൊടുക്കാതെ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതത്തിന്റെ മൂല്യങ്ങളെ തകർത്ത് കളയുന്ന ഒരു ദുഷ്ട വ്യാപാര ശക്തി, പാഴും ശൂന്യമാക്കുന്ന അന്ധകാര വ്യാപാര ശക്തി അനേക കുടുംബങ്ങളിൽ, അനേക സഭകളിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാല സമയം ഈ ദുഷ്ടാത്മ സേനയെ കുറിച്ച് വ്യക്തമായി പഠിച്ച് അന്ധരാത്മാവിൽ അതിനോട് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ ഇന്ന് രാത്രികാല സമയം ആത്മാവിൽ അടരാടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രികാലം ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്ത് ആത്മപ്രേരണ നൽകുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ ജീവിതം കൊണ്ടിടയായി തീരട്ടെ. അവൻ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് ദൈവത്തിനെ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ തലമുറകളെ പാഴാക്കി കളയുന്ന, നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലങ്ങളെ പാഴാക്കി കളയുന്ന, നിങ്ങളുടെ അധ്വാനത്തെ പാഴാക്കി കളയുന്ന, സകലത്തിനെ പാഴാക്കി കളയുന്ന ഒരു ദുഷ്ട വ്യാപാര ശക്തി അവൻ സ്തോത്രം നിങ്ങൾക്കെതിരെ വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം അതിന്മേൽ ജയമെടുത്തു മാത്രമേ ഈ പ്രാർത്ഥനാ യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ ഇടയാകൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അവൻ ശൂന്യമാക്കുന്ന, പാഴാക്കി കളയുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ കേൾക്കുവാനില്ലാത്ത ഒരു കാര്യമായിരുന്നു, പ്രത്യേകമായി ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനം പ്രാപിച്ച ദൈവജനത്തിന്റെ ഇടയിൽ കേൾക്കാനില്ലാത്ത കാര്യമായിരുന്നു ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സാത്താൻ കവർന്നു കൊണ്ടുപോകുന്ന കുടുംബത്തിന്റെ നന്മകളെ തിരിച്ചു പിടിക്കുവാൻ ഇന്ന് രാത്രികാല സമയം ശൂന്യമാക്കുന്ന, പാഴും ശൂന്യമാക്കുന്ന അനുഭവങ്ങളെ തിരിച്ചു പിടിക്കുവാൻ ഇന്ന് രാത്രികാലം ദൈവജനത്തിന് സാധ്യമായി തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാല സമയം വചനം കേട്ട്
അമിസ്തോത്രം തഴമ്പിച്ചു പോകാതെ ആത്മാവിൽ നിന്ന് ബലം പ്രാപിച്ച് അന്തരാത്മാവിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ആത്മാവിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിട്ടുകൊണ്ട് ഇന്ന് രാത്രികാലം അഭിഷേകത്തിന്റെ നിറവോട് നിങ്ങൾ അധികാരത്തിന്റെ അനോയിമെന്റോട് നിങ്ങൾ വിളിച്ചു പറ. സൂര്യ അയ്യോ താഴെ ചന്ദ്ര നാമിസ്തോത്രം നിൽക്കാതെ വിളിച്ചു പറഞ്ഞെങ്കിൽ അമിസ്തോത്രം യോശുവയുടെ വാക്കിന് മുമ്പിൽ സൂര്യനും ചന്ദ്രനും നിന്നെങ്കിൽ ഇന്ന് രാത്രികാല സമയം വിശ്വാസത്തോട് അധികാരത്തോട് ദൈവജനം വിളിച്ചു പറയുന്ന വാക്കിന് മുമ്പിൽ അമിസ്തോത്രം പ്രകൃതി ശക്തികൾ മാത്രമല്ല അമിസ്തോത്രം സാത്താന ശക്തികളെയും നിങ്ങളുടെ കാൽ കീഴാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അവൻ വെളിപ്പാട് പുസ്തകം 1:18 ഇങ്ങനെ പറയുന്നു, പാതാളത്തിന്റെ സ്വർഗത്തിന്റെ താക്കോൽ അവന്റെ കൈവശമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:20 ഇങ്ങനെ വിളിച്ചു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം നമ്മൾ സേവിക്കുന്ന ദൈവം അധികാരം പ്രാപിച്ച, അധികാരം ലഭിച്ച, അധികാരം നേടിയ സർവശക്തന ദൈവമാകുന്നു. ആ ദൈവത്തിന്റെ അധികാരം നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് ഇന്ന് രാത്രിക്കാല സമയം ആത്മാവിൽ അടരാടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അധികാരത്തോട് വിളിച്ചു പറയണം, എന്റെ കുടുംബം നിനക്കുള്ളതല്ല, എന്റെ തലമുറ നിനക്കുള്ളതല്ല, എന്റെ തലമുറയെ ശൂന്യമാക്കുന്ന, എന്റെ ഭാവിയെ ശൂന്യമാക്കുന്ന, എന്റെ തലമുറയുടെ വിദ്യാഭ്യാസ നന്മയെ ശൂന്യമാക്കി അതിനെ പാഴാക്കി കളയുന്ന സാത്താന്യ ശക്തിയെ ഇന്ന് രാത്രികാലം ഞങ്ങൾ നിന്റെ നാമത്തിൽ ജയമെടുക്കുന്ന പ്രൈസ് ദി ലോർഡ് ദൈവവചനം പറയുന്നു, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ജയത്തിന്റെ കൊടികൾ ഉയർത്തും. ഇന്ന് രാത്രികാല സമയം ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ ഉയർത്തേണ്ട കൊടി സങ്കടത്തിന്റെ വിലാപത്തിന്റെ കൊടിയല്ല. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയത്തിന്റെ കൊടി ഉയർത്തുവാൻ നമ്മുടെ ഏവരുടെ ജീവിതത്തിൽ ഇടയായി തീരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം. പാടിൽ ശൂന്യമാകുന്ന അനുഭവങ്ങൾ, അവൻ ഒന്ന് നിർജ്ജന പ്രദേശം, ഈ പ്രദേശത്തിന്റെ പ്രത്യേകത അത് പാഴ് ശൂന്യമായ അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് പാഴ് ശൂന്യമായ അനുഭവങ്ങളെ നമുക്ക് ജയിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. പ്രിയപ്പെട്ടവരെ സ്തോത്രം ഹല്ലേലൂയ. അവൻ അനേക കുടുംബങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഒന്ന് ശരിയായി വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഏതെങ്കിലും ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ തമ്മിൽ കലഹിക്കുന്ന ദമ്പതിമാർ. പ്രിയപ്പെട്ടവരെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഇന്ന് രാത്രികാല സമയം ചെറുകുറുക്കന്മാർ ഭവനത്തിനകത്ത് കുടുംബത്തിനകത്ത് കയറി ചെറുകുറുക്കന്മാർ നമ്മുടെ നന്മയെ തകർക്കുവാൻ സമ്മതിക്കാതെ വണ്ണം നമ്മുടെ നന്മ ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിന് ചുറ്റും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഭാഗ്യരെ നീ ഒരു വേലി കെട്ടി നാം ദൈവകൃപയ്ക്കുള്ളിൽ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ, നിന്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. രണ്ടാമത് ഒരു വേദഭാഗം ഇപ്രകാരം വായിക്കുവാൻ കർത്താവ് ശരണം പ്രാപിക്കുന്നു. ഈ ദേശം അത് മരുഭൂമിയാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ സ്തോത്രം ഹല്ലേലൂയ. ആ ഭാഗം ഇങ്ങനെ കാണുന്നു. അതിന്റെ 14-ാം വാക്യം അവസാന ഭാഗം, 14-ാമത്തെ വാക്യം, അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ ശൂന്യമായ പാഴിൽ ശൂന്യമായ അനുഭവത്തിൽ നടുവിൽ അല്ലെങ്കിൽ നിർജ്ജന പ്രദേശത്ത് യേശുവിനെ തേടി വന്നവരെ കണ്ട് യേശുവിനെ മനസ്സലിക്കും. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ പാഴും ശൂന്യമായ മേഖലകൾ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ശൂന്യമായ അനുഭവങ്ങൾ, പിശാച് ശൂന്യമാക്കി കളയുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം യേശുവിന്റെ അരികിലേക്ക് നിങ്ങൾ വരണം. അവൻ മടുത്ത് പിന്മാറിപ്പോകരുത്. സ്നേഹം ക്ഷീണിച്ച് നാം ഒരിക്കൽ പോലും സ്നേഹത്തിൽ കുറവുള്ളവരായി മാറരുത്. പ്രിയപ്പെട്ടവരെ, മുൻപൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുവാൻ ഉത്സാഹമുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചിട്ടും പല കാര്യങ്ങൾക്കൊരു മറുപടി ഇല്ലാതെ വന്നപ്പോൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുവാൻ പലപ്പോഴും താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അനുഭവങ്ങളുടെ നടുവിൽ ഒരുപക്ഷെങ്കിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന സഹോദരങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കൂടി ആയിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. സ്നേഹം തണുത്തു പോകുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ ദൈവം നല്ലവനല്ല എന്ന് പറഞ്ഞ് അനേകർ പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം, ഈ ദൈവത്തെ പോലെ നല്ലവൻ വേറൊരു ദൈവമില്ല.
ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ കൃപയാൽ ഭാഗ്യം ലഭിച്ച എനിക്ക് എന്റെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച താഴ്ചകൾ കാണുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ എന്റെ താഴ്ചയുടെ അനുഭവങ്ങളിലൊക്കെയും പ്രൈസ് ലോർഡ്, യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിനു ശേഷം ജീവിതത്തിൽ താഴ്ചകൾ തന്നെ ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ട്. എന്നാൽ എന്റെ താഴ്ചകൾ പ്രൈസ് ലോർഡ് എന്നെ കൈവിട്ടിട്ടില്ല. എന്റെ കർത്താവ് എന്റെ താഴ്ചകളിൽ എന്നോട് കൂടെ ഇരുന്ന ദൈവത്തെ അനുഭവിച്ചറിയാൻ ഇടയായതുകൊണ്ട് ആമേൻ സ്തോത്രം. സമുദായ സഭയുടെ അംഗമായിരുന്ന എന്നെ കർത്താവ് പേർ ചൊല്ലി വിളിച്ച് കർത്താവിന്റെ വചനത്തെ, ദൈവവചനത്തെ അടിയുടെ നാവിന്മേൽ തന്ന് ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ കൃപയാൽ ദൈവം ഭാഗ്യം തന്നത്. ഇന്ന് രാത്രികാലം ഒരു കാര്യം വിളിച്ചു പറയട്ടെ, സകലതും നന്നായി ചെയ്ത ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ താഴ്ച ഉണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നതെങ്കിലും, വിശുദ്ധ വേദപുസ്തകം 119 സങ്കീർത്തനം അത് ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്, യഹോവ എന്നെ താഴ്ത്തിയെങ്കിലും അവൻ എന്നെ വിശ്വസ്തയോടുകൂടെ താഴ്ത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വൈദ്യലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിന്നെ താഴ്ത്തിയാലും അതിനകത്തൊരു വിശ്വസ്തതയുണ്ട്. ഒരു ഡീപ് പ്രൊമോഷൻ ലഭിച്ചാലും ഈ ദൈവം നല്ലവനല്ല എന്ന് നീ പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രോഗം വന്നാലും ഈ ദൈവം നല്ലവനല്ല എന്ന് പറയരുത്. പ്രിയപ്പെട്ടവരെ, ഡീപ് പ്രൊമോഷൻ ലഭിച്ചാലും, കുഞ്ഞുങ്ങൾ തോറ്റുപോയാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മറ്റു ക്ലേശങ്ങൾ ഉണ്ടായാലും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഉണ്ടായിരിക്കുമെന്ന് പറയുവാൻ ഒരു ഭക്തന് കഴിയണം. അല്ലാത്തവർ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജീവിതത്തിന്റെ ഭൗതിക ഉയർച്ചയുടെ മുമ്പിൽ മാത്രം സാക്ഷ്യം പറയുന്നവരും, അപ്രകാരം മാത്രം ആരാധനയ്ക്ക് കടന്നു വരുന്നവരും, ആ സമയത്ത് മാത്രം ആത്മീയ പ്രകാശം ഉദിക്കുന്നവരുമാണെങ്കിലും ഈ ലോകത്തിലെ സകല മനുഷ്യരിൽ നാം അരിഷ്ടന്മാരത്രേ എന്ന് പഠിക്കണം. കാര്യം നമ്മുടെ പ്രത്യാശ ഈ ഭൂമി കൊണ്ട് തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശ ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഒരു നിത്യതയ്ക്ക് വേണ്ടിയ സ്വർഗം നമ്മളെ വിളിച്ചു വന്നിരിച്ചത്. ഈ സ്വർഗീയ നിത്യത നമുക്ക് പ്രാപിക്കുവാൻ ഇടയായി തീരണം. നിങ്ങളുടെ വിലപ്പെട്ട ദൈവഭൃത്യൻ ഹല്ലേലൂയ പ്രാർത്ഥനാ വേളയിൽ ഓർപ്പിക്കുന്നത് ഞാൻ കേൾപ്പാൻ ഇടയായി തീർന്നു. ജീവിതത്തിന്റെ കുറവുകളെ ഓരോ നിമിഷവും കണ്ടെത്തിക്കൊണ്ട് പ്രൈസ് ലോർഡ് ഈ ദിവസങ്ങളിൽ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന കേൾക്കപ്പെട്ട വചനത്തിന്റെ വസ്തുതകളെ കുറിച്ച് പറയുവാൻ ഇടയായിത്തത് കാര്യങ്ങൾ കേൾപ്പാൻ ഇടയായിത്തീർന്നു. വളരെ നല്ല കാര്യം. ജീവിതത്തിന്റെ കുറവുകളെ കണ്ടെത്തുവാൻ, പ്രായോഗിക ജീവിതത്തിന്റെ പോരായ്മകളെ കണ്ടെത്തുവാൻ നമുക്കിടയായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക. അങ്ങനെയുള്ളവർ പാഴ്ശൂന്യമായ ആ ദേശത്തിന്റെ നടുവിലേക്ക് ഹല്ലേലൂയ യേശുവിന്റെ അരികിലേക്ക് ജനം കടന്നു വരികയാണ്. യേശുവിന്റെ അരികിലേക്ക് നമ്മൾ വരേണ്ടത്. പാഴ്ശൂന്യമായ അനുഭവങ്ങൾ, പാഴാക്കി കളയുന്ന ദുഷ്ട വ്യാപാര ശക്തികൾ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അഭിസ്തോത്രം നമ്മൾ വീണ്ടും ക്ഷീണിച്ച് കട്ടിലേൽ അഭിസ്തോത്രം തിരിഞ്ഞു കിടന്ന് അഭിസ്തോത്രം ഇതേ തലവരെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്തോത്രം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയോട് ഭർത്താവിനോടൊക്കെ പിണങ്ങി സമയം ചെലവഴിക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ മനുഷ്യരോട് പിണങ്ങണ്ട, നിങ്ങൾ ദൈവത്തോട് പിണങ്ങണ്ട. സ്തോത്രം. ദൈവം നിങ്ങൾക്ക് ഒരു ഹല്ലേലൂയ ഒരു മറുപടി ഉണ്ടാക്കാൻ മതിയായവന്. നിങ്ങൾക്കറിയാമോ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അഭിസ്തോത്രം നമ്മൾ ഇങ്ങനെ കാണുന്നു. അവൻ വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ യേശു പ്രത്യക്ഷനായത് എന്നാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാല സമയം ജീവിതത്തിന്റെ പാടിൽ ശൂന്യമാക്കി കളയുന്ന അനുഭവങ്ങളെ യേശു അത് അഴിപ്പാൻ വേണ്ടി പ്രത്യക്ഷനായത്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശുവിന്റെ പ്രത്യക്ഷത ഉണ്ടായി എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ തലമുറയുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ ഭർത്താവിന്റെ മേൽ, നിങ്ങളുടെ ഭാര്യയുടെ മേൽ, നിങ്ങളുടെ അമ്മായിപ്പന്റെ മേൽ, നിങ്ങളുടെ അമ്മായിയുടെ മേൽ, നിങ്ങളുടെ ബന്ധുപുത്രാദികൾ ആരാണോ ആരുടെ മേൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമായിക്കോട്ടെ, നിങ്ങളുടെ ഭൗതിക മേഖലയായിക്കോട്ടെ, അതിനെ ശൂന്യമാക്കി കളയുന്ന ദുഷ്ട വ്യാപാര ശക്തിയെ അഴിപ്പാനത്രേ യേശു പ്രത്യക്ഷനായതെന്ന് ഇന്ന് രാത്രികാലം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? എന്റെ ഹൃദയത്തിൽ യേശു പ്രത്യക്ഷനായത്, എന്റെ ജീവിതത്തിൽ യേശു പ്രത്യക്ഷനായത്, എന്റെ കുടുംബത്തിൽ ഏകനായി എന്നെ വിളിച്ചു വന്നിച്ചത്, സ്തോത്രം, എന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ഉദ്ധാരണത്തിന് ദൈവം എന്നെ കണ്ടതുകൊണ്ടാണെന്ന് വിളിച്ചു പറയാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഈ ദേശം അത് മരുഭൂമിയാണെന്ന് കാണാൻ സാധിക്കും. വായിച്ച സഹോദരിയുടെ ബാക്കി ഭാഗം നമ്മൾ വായിച്ചതിന്റെ ബാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു, ഈ സ്ഥലം മരുഭൂമിയല്ലോ, സ്ഥലം മരുഭൂമിയല്ലോ എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. മരുഭൂമിയുടെ പ്രത്യേകതകളൊന്നും മരുഭൂമിയിൽ ജീവിക്കുന്ന നാം പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമില്ല. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ കർത്താവ് ശരണം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെപ്പോലെ തന്നെ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു ജനത ഉണ്ടായിരുന്നു.
ഹല്ലേലൂയ. 400 സംവത്സരം മിസ്രൈം അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ ദൈവം വീണ്ടെടുത്ത് സർവശക്തനായ ദൈവം തന്നെ മുൻതുണയും പിന്തുണയുമായി കൂടെയിരുന്ന് ദൈവം വഴി നടത്തി ചെങ്കടലിനെ 2 വിഭാഗിച്ച് മറുകര കടത്തി ശൂർമരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുപോയി ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച സ്തോത്രം 40 സംവത്സരക്കാലം മരുഭൂമിയിലൂടെ കനാൻ ദേശം അവകാശമാക്കി സഞ്ചരിച്ചതായ ഇസ്രയേലിനെ കുറിച്ച് വേദഭാഗത്ത് വളരെ വിശദമായി തന്നെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ മരുഭൂമി യാത്ര ഇസ്രയേലിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ലക്ഷോപലക്ഷം ജനങ്ങളെ മരുഭൂമിയിൽ പട്ടുപോകുവാൻ കാരണക്കാരാക്കിയ ഒരു യാത്ര കൂടിയായിരുന്നു. മരുഭൂമി യാത്രയിൽ ഇവർ അനുഭവിച്ചതായ ഓരോ പ്രതിസന്ധികളുടെ മുമ്പിൽ ഹല്ലേലൂയ ഇവർ ദൈവത്തോട് പിറുപിറുക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഇറച്ചിക്കാരെ കൂടെ അരികിലിരിക്കുന്നവരാ. ഇവിടെ ഞങ്ങൾക്ക് ഒന്നുമില്ല, സാരമില്ലാത്ത ഈ മന്ന അല്ലാതെ വേറെ എന്തുണ്ട് എന്ന് ചോദിച്ചവരാ. ദൈവം കൊടുത്ത നന്മയെ സാരമില്ലാത്ത എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലുകളെ തിരിച്ചറിയാതെ, ദൈവം നടത്തിയ വിധങ്ങളെ തിരിച്ചറിയാതെ അവർ ദൈവസന്നി പിറുപിറുക്കുന്നവരായി മാറി, ദൈവത്തോട് മറുതലിക്കുന്നവരായി മാറി, ദൈവത്തോട് മത്സരിക്കുന്നവരായി മാറി. നമുക്കറിയാം വിശുദ്ധ തിരുവചന ഭാഗത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു, അവരിൽ പലരും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറയുന്നു. ദൈവസഭയോട്, പുതിയ സഭയോട് ദൈവം പറയുകയാണ്, നമുക്ക് ദൃഷ്ടാന്തമായി എഴുതിയിരിക്കുന്നു ഈ ഭാഗം. ഇന്ന് രാത്രിക്കാൽ ശ്രദ്ധിക്കണമേ, ജീവിതത്തിന്റെ മരുഭൂമികൾ ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് മത്സരിക്കുവാനും ദൈവത്തോട് മറുതലിക്കുവാനും ഇടയാകുന്ന ചില കഷ്ടപ്പാടിന്റെ, ചില പ്രയാസങ്ങളുടെ, ചില ദുരിതങ്ങളുടെ അനുഭവങ്ങൾ സമ്മാനിച്ചു എന്ന് പറഞ്ഞേക്കാം. അപ്രതീക്ഷിതമായ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു പോയി. ഭർത്താവിനെ ജോലിയുള്ള ഭാര്യയ്ക്ക് ജോലിയില്ലായിരുന്നു. എന്നാൽ കയറിപ്പോക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും കമ്പനിയിൽ ഒരു ചെറിയ ഉടക്ക്, മുമ്പെന്തോ ഉണ്ടായിരുന്ന ഒരു ചെറിയ കേസ്, അത് അവസാനം CID പോയി. പ്രൈസ് ദി ലോർഡ്. കയറിപ്പോകാൻ കഴിയാത്ത അവസ്ഥ. ഭർത്താവിനും ജോലിയില്ല, ഭാര്യയ്ക്കും ജോലിയില്ല, കുഞ്ഞുങ്ങളുടെ പഠിത്തം മുടങ്ങി, ആകപ്പാട് അരക്ഷിതാവസ്ഥ. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ മാത്രമല്ല, അനേക കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറിപ്പോകുന്ന അവസ്ഥ, പിറുപിറുത്തു പോകുന്ന അവസ്ഥ. അബേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള പിറുപിറുപ്പ്, എപ്പോഴും ദൈവത്തോടുള്ള മത്സരം, ദൈവത്തോടുള്ളതായ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ മറുതലിപ്പ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അത് ദോഷത്തിന് കാരണമായി തീരും. ഇന്ന് രാത്രികാല സമയം മറുതലിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ദൈവത്തിനുണ്ടോ? ദൈവം പറയുന്നതിനെ അത് പാടി അംഗീകരിക്കുന്നെങ്കിൽ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ദൈവദാസൻ ഒരു വചനം ശുശ്രൂഷിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ദൈവദാസനേക്കാൾ കൂടുതൽ അറിവുള്ള വ്യക്തികളായിരിക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ അവസാനം ഇങ്ങനെയെന്ന് പറയുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കാം, തിരുവചനത്തിൽ അറിവുള്ളവരായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങളിൽ ദൈവദാസൻ, നിങ്ങളുടെ കർത്താവിന്റെ ദാസൻ കുത്തിയിരുന്ന് കണ്ണുനീര് പൊഴിച്ചായിരിക്കാം സ്തോത്രം ദൈവവചന സന്നിധിയിൽ സന്ദേശങ്ങൾ പ്രാപിക്കുന്നത്. എന്നാൽ ആ ദൈവദാസനോട് മറുതലിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടോ? ദയവായി മറുതലിപ്പുണ്ടാകരുത്. നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഒരുപക്ഷെ ഇത് എത്രയോ നന്നായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും പ്രസംഗിക്കും നിങ്ങൾ പറയുമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം കഴിഞ്ഞ 18 വർഷമായി കർത്താവിന്റെ വേലയിൽ ഖത്തറിന്റെ പ്രദേശത്തായിരിക്കുന്ന ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിങ്ങൾ തോന്നും ഓരോ ശുശ്രൂഷയും വളരെ ഈസിയാണെന്ന്. അല്ല, ഓരോ ശുശ്രൂഷയ്ക്ക് പുറകിൽ ഒത്തിരി വിലയുണ്ട് കൊടുക്കണം. സ്തോത്രം. ഇന്നലെ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, അതല്ലെങ്കിൽ കഴിഞ്ഞ മാസം പറഞ്ഞത്, ഈ ആഴ്ച മിനുക്കിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ദൈവാസം പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ അംഗീകരിക്കത്തില്ല. കാരണം നിങ്ങളെ നല്ല ഒരു മനുഷ്യനെ കൊണ്ട് അത് കഴിയത്തില്ല. അപ്പൊ കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, അതൊക്കെ ഗസ്റ്റ് മാസ്റ്റർ, ഞാൻ ആരെ കുറിച്ച് പറയല്ല. അപ്പൊ സ്തോത്രം അവിടെ പറഞ്ഞത് ഇവിടെ പറയാം. എന്നാൽ പ്രൈസ് സ്ഥിരം കഴിഞ്ഞ 10-ലധികം വർഷമായി ഡിവൈൻ ന്യൂ ലൈഫ് ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ഓരോ ആഴ്ചയും പുതിയ സന്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകണമെങ്കിൽ
കണ്ണുനീരോടെ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്ന് മറന്നു പോകല്ലേ. ആ ദൈവദാസനോട്, ദൈവസഭയോട്, അഭിസ്തോത്രം ദൈവമക്കളോട്, പ്രിയപ്പെട്ടവരെ, മറുതലിക്കരുതേ. ആ ദൈവത്തോട് ചെയ്ത മറുതലിപ്പ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ സഭയുടെ ഘടനയൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ നിവാസം തമ്മിൽ ഒരു കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല. സഭ എങ്ങനെയാണെന്നോ സഭയിലുള്ള വിശ്വാസികൾ എങ്ങനെയാണെന്നോ ഒന്നും ചോദിക്കാറില്ല, ചോദിച്ചിട്ടുമില്ല. സഭയിലുള്ള പല വിശ്വാസികളെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമെങ്കിലും ആരോടും സ്തോത്രം ഹല്ലേലൂയ ദാമേ സ്തോത്രം ഒരു ചർച്ചിനെ കുറിച്ചോ ആ ചർച്ചിന്റെ ആമേ ഹല്ലേലൂയ രീതികളെ കുറിച്ചോ അകത്ത് എന്തെങ്കിലും സംഭവവാസം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചോദിക്കാറില്ല. എന്നാൽ ഇത് രാത്രികാല സമയം ദൈവാത്മാ ഹൃദയത്തിനകത്ത് നൽകുന്ന ആത്മപ്രേരണയിൽ ഇപ്രകാരം വിളിച്ചു പറയട്ടെ, മറുതലിപ്പ് നമുക്കുണ്ടാകരുത്, പിറുപിറുപ്പ് നമുക്കുണ്ടാകരുത്, ദൈവസന്നിധി പിറുപിറുക്കരുത്. ഇന്നയോളം നടത്തിയ ദൈവത്തിന്റെ മുൻപാകെ നീ പ്രതീക്ഷിച്ചത് നിനക്ക് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുമ്പോൾ, നീ ആഗ്രഹിച്ചത് സംഭവിക്കാതിരിക്കുമ്പോൾ അതിനു മുമ്പിൽ നീ പിറുപിറുക്കരുത്. സ്തോത്രം. അനുസരണക്കേട് കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അനേകർ പട്ടുപോയെങ്കിൽ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിലൂടെ വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അനേകർ പട്ടുപോകുവാൻ അത് കാരണമായെങ്കിൽ അത് നമുക്ക് ദൃഷ്ടാന്തമായി എഴുതി വച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രികാല സമയം ആമേൻ പുതിയ സഭയുടെ ഭാഗമായിരിക്കുന്ന ഹല്ലേലൂയ ദോഹ ഡിവൈൻ ന്യൂ ഫെലോഷിപ്പിലെ ദൈവമക്കളെ നമുക്ക് ദൃഷ്ടാന്തമായി എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം ഇച്ഛിക്കാത്ത തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാത്താന് ഇടം കൊടുക്കുന്ന മരുഭൂമികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വർഗീയ കനാനിലേക്കുള്ള ഈ യാത്രാമധ്യേ ഞാനും നിങ്ങളും ഈ മരുഭൂമി യാത്രയിലായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും മരുഭൂമിയിൽ പട്ടുപോയ അവർ ഇസ്രായേലിനെ പോലെ ഞാനും നിങ്ങളും സ്തോത്രം ദൈവം ഒരുക്കുന്ന ആ സ്വർഗീയ കനാലിൽ എത്താതെ പട്ടുപോകുവാൻ ഇടയാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരേണ്ട സ്ഥലമാണ് സ്വർഗീയ കനാൻ. എന്നാൽ എല്ലാവരും ഒന്നും എത്തത്തില്ല, അത് വേറെ കാര്യം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം എല്ലാവരും എത്തിച്ചേരുവാൻ ആഗ്രഹിക്കേണ്ട വസ്തുതയാണ്. യേശുവിനെ പോലെ ആയിത്തീരുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നിശ്ചയമായും നാം എല്ലാവരും സ്വർഗീയ കനാനിൽ എത്തിച്ചേരും. അങ്ങനെ ആകട്ടെ നമ്മുടെ ജീവിതം. മൂന്നാമത് വേഗത്തിന്റെ കാര്യം പറയട്ടെ. നേരം വൈകി എന്ന് ആ വാക്യത്തിൽ കാണുന്നു. ഇവിടെ ശിഷ്യന്മാർ ചെന്ന് യേശുവിനോട് പറയാണ്, ഗുരു നേരം വൈകി, ഇത് മരുഭൂമിയല്ലോ, ആഹാരം കൈക്കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമേ എന്ന് പറയാണ്. നേരം വൈകി. ഇനി സമയമൊന്നുമില്ല, ഹല്ലേലൂയ, ഇനി പ്രതീക്ഷിച്ച് വകയൊന്നുമില്ല, ഇനി ഹല്ലേലൂയ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞു ബ്രദറെ. ഹല്ലേലൂയ സ്വതം. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം കഴിഞ്ഞുവെന്ന് പലരും നമ്മുടെ മുഖത്ത് നോക്കി, മെഡിക്കൽ ശാസ്ത്രമോ മറ്റു പലരും നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞത് വരാം. ഒരിക്കൽ എന്നോട് എന്റെ 22ാമത്തെ വയസ്സിൽ പ്രൈസ് ദി ലോർഡ് ഞങ്ങളുടെ ദേശത്തിലെ ഇലന്തൂരിലെ അറിയപ്പെടുന്ന അന്നത്തെ ഒരു ജ്യോത്സ്യരാകുന്ന ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ എന്നോട് 22ാമത്തെ വയസ്സിൽ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ രാത്രിയിലും അദ്ദേഹത്തിന് സ്തോത്രം ഹല്ലേലൂയ മന്ത്രവാദം സംബന്ധിച്ച ഓട്ടം കൊണ്ട് എന്റെ കാറായിരുന്നു അന്ന് രാത്രികാലം ഓടിക്കൊണ്ടിരുന്നത്. അന്നൊരു രാത്രി സ്തോത്രം ഡ്രൈവർക്ക് പോകാൻ സാധിക്കാൻ വരുമ്പോൾ ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് അല്പസമയം ഒരുമിച്ച് സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് എന്നോട് ആ പ്രിയപ്പെട്ടവൻ ചോദിച്ചൊരു ചോദ്യം, റോയി എത്ര വയസ്സായി? ഞാൻ പറഞ്ഞു ഇത്ര വയസ്സായി. എന്താ പ്രൈസോട് നാള് പറഞ്ഞു കൊടുത്തു. പ്രൈസോട് ഹരി എന്താ ജനിച്ചത്, ജന്മവർഷം പറഞ്ഞു. അദ്ദേഹം എല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്തൊക്കെയോ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, റോയി 33 വയസ്സ് വരെ ആയുസുള്ളത്. സ്തോത്രം. എന്റെ 22ാമത്തെ വയസ്സിൽ എന്നോട് ഒരു ജ്യോത്സ്യൻ പറയുക 32ാമത്തെ വയസ്സ് വരെ ആയുസുള്ളത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വേഗത്തിൽ വിളിച്ചു പറയട്ടെ, 33ാമത്തെ വയസ്സ് വരെ ആയുസുള്ളത് പോലെ 27ാമത്തെ വയസ്സിൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട എന്നോട് യെശയ്യാവിന്റെ പുസ്തകത്തിലൂടെ ദൈവം തമ്പുരാൻ അരുളി ചെയ്തു, ഹല്ലേലൂയ, നീ എനിക്ക് വിലയേറിയൊരു മാന്യനുമാകിയാൽ ഞാൻ നിനക്ക് പകരം ഹല്ലേലൂയ ജാതികളെയും ജീവന ജനതകളെയും കൊടുക്കുന്നവരെന്ന് പറഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് കൃപയാൽ 51 വയസ്സായിരിക്കുന്ന എന്നെ ഇന്ത്യയോടെ കാത്തൊരു ദൈവമുണ്ട്. നേരം വൈകിയെന്ന് പലരും നിങ്ങളോട് പറഞ്ഞേക്കാം, ഇത്രത്തോളം നേരമേ നിങ്ങൾക്ക് കൊള്ളുന്ന പലരും പറഞ്ഞേക്കാം. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഒരു കാര്യം ഓർത്തോണം, സ്തോത്രം, പിശാചിന്റെ കയ്യിലല്ല, മനുഷ്യന്റെ കയ്യിലല്ല നിങ്ങളുടെ കാലഗതികൾ ഇരിക്കുന്നത്. വേദപുസ്തകം 31 സംഘത്തിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കാലഗതികൾ
യഹോവയുടെ കരകളിൽ സുരക്ഷിതമായിരിക്കണം. ഇന്ന് രാത്രികാലം ഹൃദയത്തിനകത്ത് ആത്മഭാരത്തോട് ദൈവമേ, എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ കൂടെ മാത്രമേ എനിക്കുള്ളല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഇപ്രകാരം നിങ്ങളെ ബലപ്പെടുത്തി പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരകളിൽ നിങ്ങളുടെ കാലഗതികൾ ഇരിക്കുന്നത്. പിശാചല്ല നിങ്ങളുടെ കാലഗതികൾ നിശ്ചയിക്കുന്നത്. അവൻ മനുഷ്യരല്ല നിങ്ങളുടെ കാലഗതികൾ നിശ്ചയിക്കുന്നത്. സ്വർഗത്തിൽ ദൈവമാണ്. അവൻ എന്റെ തലവരെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലവരെ മാറ്റി വരയ്ക്കുവാൻ കഴിയുന്ന സർവശക്ത ദൈവത്തിന്റെ കരകളിൽ ദൈവസൻ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി രൂപാന്തരപ്പെടുത്തുക തന്നെ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഈ അനുഭവത്തിൽ ഇരിക്കുന്ന, ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ വെച്ച് ശിഷ്യന്മാരോട് യേശു പറയുകയാണ്. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ മടങ്ങി വന്നാട്ട് യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവീൻ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഉത്സാഹികളായ ദൈവവചനത്തിന് മുൻപാകെ താല്പര്യത്തോടെ ഇരിക്കുന്ന, ദൈവസഭയിൽ ആത്മാവിൽ എരിവോടെ ദൈവത്തെ സേവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാല സമയം നിങ്ങൾ നേടുവാൻ പോകുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ ഒരുപക്ഷെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ വേദപുസ്തകം പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുകയും. യേശു ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങളെ കൊണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയാകുന്നു. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനെ വിടുവിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുമോ? നിങ്ങളെ കൊണ്ട് കഴിയും. അത് നിങ്ങളുടെ പാസ്റ്റർ വരണമെന്നില്ല, നിങ്ങളുടെ സീനിയർ പാസ്റ്റർ വരണമെന്നില്ല. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അതിന് അധികാരം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധ്യമായി തീരും? ആ അധികാരത്തിന്റെ അനുഭവം ദൈവം എന്റെ മേൽ നൽകിയിട്ടുണ്ട്. ഇരമിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്ന വെൺകൽ മഴുവാണ് ഞാനെന്ന് ദൈവദിനത്തിൽ, ഞാനെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദൈവദിനം നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങളെ കൊണ്ട് ഞാൻ ദേശാധിപതികളെ തകർക്കും, നിങ്ങളെ കൊണ്ട് ഞാൻ കുതിരകളെ, കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നവരെ തകർക്കുമെന്ന് ദൈവദിനം പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാല സമയം സഹോദരങ്ങളെ, നിങ്ങൾ സ്ത്രീ ആകട്ടെ, പുരുഷനായിക്കോട്ടെ, നിങ്ങൾ കുഞ്ഞുങ്ങളായിക്കോട്ടെ, വൃദ്ധന്മാരായിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് ദൈവം ദേശാധിപതികളെ തകർക്കുവാൻ, നിങ്ങളെ കൊണ്ട് ദൈവം അവിസ്തുത കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നത് തകർക്കുവാൻ, നിങ്ങൾ ദൈവത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വെൺകൽ മഴുവായി മാറുവാൻ, ഈ കാലഘട്ടത്തിൽ അനേക ദൈവകൃപയിലേക്ക് വഴി നടത്തുവാൻ, അനേകരെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സാത്താന്റെ അടിമതത്തിൽ നിന്ന് വെട്ടിയെടുത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവസന്നിധി കൂട്ടിക്കൊണ്ടുവരുവാൻ, സ്നേഹസ്വരൂപനെ പുത്രന്റെ രാജ്യത്തിലാക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം കണ്ട ഒരായുധമാണ് നിങ്ങൾ വിശ്വസിക്കാൻ സാധ്യമായി തീരുമോ? ഉടവനവന വൈഡന ശബ്ദാജകന അർത്ഥനാരകം ജീവലഭൗഡവന. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ, ഉപവാസത്തിന്റെ ഈ ദിവസങ്ങളിൽ ഈ ഹല്ലേലൂയ ദൈവകൃപയെ ഏറ്റെടുക്കാൻ തയ്യാറായി തീരുമോ? ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായി തീരുമോ? നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഓരോരുത്തരാൽ നിങ്ങളുടെ സഭ അവൻ വളരും. അവൻ സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ശക്തമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഈ ശൂന്യമാക്കുന്ന അനുഭവങ്ങളെ നമുക്കൊന്ന് ജയിക്കുവാൻ, ഹല്ലേലൂയ, ചില വേദഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടെ ഉദ്ധരിച്ച് വേഗത്തിൽ സമയം തീരുകയാണല്ലോ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. കർത്താവ് വിശാല ഭാവിക്കുന്നു. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വേദഭാഗം ഒന്ന് വായിക്കാം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വേദഭാഗം. ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം, എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുകയും അതിന്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും യഹൂദയിലും യെരുശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാർസി രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദയ ലഭിക്കുമാറാക്കിയിരിക്കുന്നു. ദൈവദാസി ആ ഭാഗം ഒന്നുകൂടെ വായിക്കാമോ? ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം, ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം, എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുകയും അതിന്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും ജീവശക്തി നൽകുവാനും യഹൂദയിലും യെരുശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും
RC രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദൈവം ലഭിക്കുമാറാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ ശൂന്യമാക്കുന്ന പാഴാക്കിക്കളയുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. ആ വ്യാപാര ശക്തിയെ ജയിക്കുവാൻ ഇന്ന് രാത്രികാലം അതിന് കഴിവുള്ളവരായി പ്രാപ്തിയുള്ളവരായി ദൈവജനം മാറണം. യെശയ്യായുടെ പുസ്തകം 9:9 വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം, എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ. നിങ്ങളായിരിക്കുന്ന അവസ്ഥ സ്തോത്രം, അത് ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഉന്നതമോ അതല്ലെങ്കിൽ താണതോ എന്തുമായിക്കോട്ടെ, നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവനോ വിദ്യാഭ്യാസം ഇല്ലാത്തവനായിക്കോട്ടെ, വേദപുസ്തകം പറയുകയാണ് ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന സ്ഥിതിയിൽ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല സമയം നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് വരേണ്ടയാകുന്നെങ്കിൽ നിങ്ങളുടെ കഴിവ് നോക്കാതെ, പ്രാഗൽഭ്യം നോക്കാതെ, നിങ്ങളെ സ്തോത്രം ദേശത്തിന്റെ ശൂന്യങ്ങളെ മാറ്റുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശൂന്യമാക്കുന്ന ആ ദുഷ്ട വ്യാപാര ശക്തിയുടെ മുമ്പിൽ ചിലതിനെ പണിതെടുക്കുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കും. അതുകൊണ്ട് സ്തോത്രം, വിളിച്ച വിളിയിൽ വിശ്വസ്തരായി നിൽക്കുക, ആത്മാവിൽ എരിവോടെ ദൈവത്തെ സേവിക്കുക. കർത്താവ് നിങ്ങളെ കൊണ്ട് വൻ കാര്യം ചെയ്യിപ്പിക്കും. അവിടെ ഇപ്രകാരം ഇവിടെ വായിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിലും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുകയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദാസ്യസ്ഥിതിയിലാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നിരുന്നാലും ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഉത്സാഹമുള്ള ഒരു കൂട്ടം ജനമായിരുന്നു ഇവർ, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുകയും. പ്രൈസ് ദി ലോർഡ്. ദാസ്യസ്ഥിതി ഇരിക്കുന്നവർക്ക് നമുക്കറിയാം ഒത്തിരി പരിമിതികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പോരായ്മകളുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സ്തോത്രം ദൈവനെ വിളിച്ചു വേദനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിളിയെ കുറിച്ചൊക്കെ ഉത്തമ ബോധ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ഞാൻ ഒത്തിരി സ്തോത്രം, കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒത്തിരി കാരണങ്ങളുണ്ട്. ഭൗതികമായ ഒത്തിരി വിഷയം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, അതിനുള്ളതായ ഒരു ഭൗതിക നിലവാരം എനിക്കില്ല. എന്നാൽ ദൈവം എന്നോട് അവസാനം ഇടപെട്ടൊരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യത്തില്ല, പ്രൈസ് ദി ലോർഡ്. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവസഭ പണിയുവാൻ, ഹല്ലേലൂയ, ദൈവസഭയുടെ ഭാഗമാകുവാൻ ദൈവം എന്നെയും നിങ്ങളെ വിളിച്ചു വന്നിരിച്ചെങ്കിൽ അതിന് നമ്മുടെ സമ്പത്തൊന്നും ദൈവത്തിന് വേണ്ട. ഞാൻ എന്റെ സഭയെ പണിയുന്നത് സ്വർഗത്തിലെ വർണ്ണിച്ചതെങ്കിൽ സമ്പത്ത് കൊണ്ടല്ല, മനുഷ്യന്റെ സമ്പത്ത് കൊണ്ടല്ല, ദൈവം തന്റെ സഭയെ പണിയുന്നത് ആത്മാവിൽ എരിവുള്ള ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരാലും ദൈവ സഭയെ പണിതുകൊണ്ടിരിക്കുക. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അവൻ പണിയുക. ഇന്ന് രാത്രികാല സമയം ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ പണിയപ്പെടുവാൻ അപ്പോസ്തലന്മാരും ഹല്ലേലൂയ പ്രവാചകന്മാരാലും ഇന്ന് രാത്രികാല സമയം കർത്താവെ പണിയപ്പെടുന്ന ഒരു കല്ല് എന്നെ നീ മാറ്റുമോ എന്ന് ദൈവത്തോട് ചോദിക്കുമോ? ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനും ഹല്ലേലൂയ പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് രാത്രിക്ക് ഞാൻ പറയാം, ദൈവസഭയോടുള്ള ബന്ധത്തിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനത് എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്റെ ഭാര്യ, എന്റെ മോള് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് വീട്ടിനകത്തൊരു കൂട്ടായ്മ ആരംഭിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കൃപയാൽ ഒത്തിരി അംഗങ്ങളൊന്നുമില്ല, ഏകദേശം ഒരു 50-55 പേരോളമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ മക്കളെ ഇപ്രകാരം ഇന്ന് രാത്രിക്കാലം ഒന്ന് വിളിച്ചു പറയട്ടെ, കർത്താവ് ആരംഭിച്ചതാണെങ്കിൽ, കർത്താവിന്റെ കൂട്ടായ്മയാണെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഫലമാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടെ പ്രകാരം പറയുന്നു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുകയും അതിന്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങൾക്ക് ജീവശക്തി നൽകുക. ഹല്ലേലൂയ. അപ്പൊ ശൂന്യങ്ങളെ മാറ്റണമെങ്കിൽ, ശൂന്യതകളെ മാറ്റി പണിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ജീവശക്തി വേണം. സ്തോത്രം. എന്ത് വേണം? ജീവശക്തി വേണം. എനിക്കൊന്ന് ഞാൻ ഒത്തിരി സമയം എടുത്തോണ്ടാന്ന് അറിയത്തില്ല, എല്ലാവരുടെയും മുഖമൊക്കെ ഒന്നും മ്ലാനമായിരിക്കുന്നു. അത് പറഞ്ഞാട്ട് നമുക്ക് എന്ത് വേണം? ദൈവങ്ങളെ, നമുക്ക് എന്ത് വേണം? ജീവശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ജീവശക്തി പ്രാപിച്ചവരായിരിക്കണം. സ്തോത്രം. ആരാധനയിലും കൂട്ടായ്മയിലൊക്കെ വന്നു കഴിയുമ്പോ സ്തോത്രം, ഈ ജീവശക്തിയെ നമുക്കിന്ന് പുതുക്കാനൊക്കെ സാധ്യമായി തീരും. ഈ ജീവശക്തി നമുക്ക് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് വേഗത്തിൽ സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അടുത്തൊരു ഭാഗം കൂടെ വായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം
2 പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു വലിയ ഭാഗമാണ് അവിടെ കാണുന്നത്. അതിപ്രകാരമാണ്. സ്തോത്രം. ദൈവത്തിന്റെ ദാസനാകുന്ന ഏലിയാവിനെ ദൈവം എടുത്തുകൊള്ള സമയമായപ്പോൾ ഏലിയാവിനെ പിൻപറ്റിയതായ ഏലിശ ഏലിയാവിനെ അനുധാവനം ചെയ്തു. ഏലിശയ്ക്കൊരു ഉത്തമ ബോധ്യമുണ്ട്, ഏലിയാവ് ഇന്ന് എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഉത്തമ ബോധ്യത്തോടുകൂടെ അവൻ ഏലിയാവിനെ അനുധാവനം ചെയ്യുക. ഗിൽഗാലിൽ ചെന്നു. ഗിൽഗാലിൽ വെച്ച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവദാസൻ പറഞ്ഞു, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. നിന്ന് മാറ്റിയ സ്ഥലമാണ്, അവിടെ നിന്നോളാൻ പറഞ്ഞു. നമ്മളൊക്കെ അവൻ നിന്ന് മാറ്റി കിട്ടിയാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ പിന്നെ എങ്ങനെയും അവൻ മൈഗ്രേറ്റ് ചെയ്തു. സ്തോത്രം. ജീവിതം ഒന്ന് കരുപിടിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞ് നമ്മള് വിട്ടുപോകും. അത് ദൈവം കൂടെ പറഞ്ഞാണെങ്കിലും. അറബി മീശ ചുരുട്ടിയില്ലെങ്കിൽ നമ്മൾ എത്രയും കാലം ഇവിടെ നിൽക്കാൻ പറ്റുമോ അത്രയും കാലം ഇവിടെ നിൽക്കാൻ തയ്യാറായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. സ്തോത്രം. ഇവിടെ ഗിൽഗാലിൽ ചെന്നു. നമ്മുടെ കുടുംബത്തിന് നിന്ന മാറ്റിയ സ്ഥലമാണ് നമ്മുടെ ഖത്തർ, അല്ലേ? പലരുടെയും ജീവിതത്തിന്റെ നിന്ന മാറ്റിയ സ്ഥലമാണ്. സ്തോത്രം. അപ്പൊ കഴിഞ്ഞ നാളുകളിൽ ഭാരിച്ച അനുഭവം ഉണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു. അനേകരുടെ നിന്നയ്ക്ക് കാരണമായി തന്നെ ജീവിതാനുഭവങ്ങളാണ് പറയാനുണ്ടായിരുന്നു. അപ്പൊ നിന്നയൊന്നും മാറാനിടയായിത്തത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്ര, ഹല്ലേലൂയ, നമ്മുടെ നിന്നൊക്കെ മാറി. അപ്പൊ ഗിൽഗാലിൽ നിന്ന മാറിയ സ്ഥലം നമുക്കറിയാം. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ ദാസം ആമേശ്വര ഏലിയാവ് പറയാണ്, നീ ഇവിടെ നിന്നോ. സ്തോത്രം. എന്നെ ദൈവം ബേഥേലിലേക്ക് അയച്ചിരിക്കുക. അപ്പൊ നിന്ന മാറിയെടുത്ത് നിൽക്കാമെന്ന് എലിശ പറഞ്ഞില്ല. എലിശ പറഞ്ഞു, സ്തോത്രം, ഞാനും നിന്റെ കൂടെ വരിക. ഗിൽഗാലി ബേഥേലിൽ ചെന്നു. ബേഥേലിൽ ചെന്നപ്പോഴും സ്തോത്ര, ഹല്ലേലൂയ, അവിടെയും അമ്മ പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു നല്ല സ്കൂളുണ്ട്. സ്തോത്രം. ആ സ്കൂളിലെ പ്രിൻസിപ്പളൊക്കെ ആക്കി അവിടേക്ക് നിന്നെ നിർത്താമെന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമൻ പ്രവാചകൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവിടെ വേദപുസ്തകത്തിൽ കാണുന്ന ഒരു ഭാഗമാണ്. പ്രവാചക ശിഷ്യന്മാർ അവിടെ ഉണ്ട്. ഏലിയാവിന്റെ പ്രവാചക ശിഷ്യന്മാർ, പ്രവാചക സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. അമ്മേ, ഹല്ലേലൂയ, അവരുടെ കൂടെ അങ്ങ് നിന്നോടാൻ പറഞ്ഞു. അവിടെ കൊണ്ട് നിന്നില്ല. ഒരു നല്ല സഭ കിട്ടിയാൽ പിന്നെ നമ്മളൊക്കെ അങ്ങനെ. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് അവിടെ നിന്ന് വീണ്ടും അങ്ങ് പോവുകയല്ലേ? സ്തോത്രം. യെരിഹോവിലേക്ക് പോവുക. യെരിഹോ നമുക്കറിയാം. പ്രാർത്ഥിച്ച് ദൈവജനം ഒരു കാലത്ത് ചുറ്റി സഞ്ചരിച്ചപ്പോൾ വാഗ്ദത്തദേശത്ത് കടത്തത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതായ അവസ്ഥ ഉയർന്നതായ യെരിഹോ മതിലെ തകർത്തു കളഞ്ഞ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്നോളം പറഞ്ഞു. അവിടെയും തിന്നില്ല. യോർദാൻ അക്കരെ പോയി. യോർദാൻ അക്കരെ പോകുന്ന സമയത്ത് കൂടത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏലിയാവ് പോയി, എലിശ കൂടെ പോയി. അവിടെ വെച്ച് നമ്മുടെ കാര്യം ഞാൻ ഇപ്രകാരം വേഗത്തിലേക്ക് പറഞ്ഞു പോകട്ടെ. പ്രിയപ്പെട്ടവരെ, പല പ്രാവശ്യം ഏലിയാവ് തന്റെ കൂടെ പോകണ്ട ഏലിയാവിന്റെ പ്രവാചക ശിഷ്യന്മാര്, ഹല്ലേലൂയ, നിന്റെ പ്രവാചകനെ, നിന്റെ യജമാനനെ ഇന്ന് തന്നെ ദൈവം എടുത്തുകൊള്ളും, അതുകൊണ്ട് നീ അവനെ അനുധാവനം ചെയ്യേണ്ട എന്ന് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ട് അതൊന്നും തന്നെ എലിശായെ പുറകോട്ട് വലിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവന്റെ ഉള്ളിൽ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെന്താ നിശ്ചയദാർഢ്യം? ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ ഒരു അല്പം ആത്മാവുണ്ട്, അതുകൊണ്ട് ഇപ്പോഴുള്ള ആത്മശക്തി എനിക്കൊന്ന് പുതുക്കണം എന്നാണോ എലിശ പറഞ്ഞത്? അല്ല. എലിശ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏലിയാവേ, സ്തോത്രം, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദീർഘവർഷമായി, ഏകദേശം 18ലധികം വർഷമായല്ലോ ഈ ചർച്ച ആരംഭിച്ചിട്ട്. അവൻ ഈ ചർച്ച ആരംഭിച്ചപ്പോൾ മുതൽ ഇന്നയോളം ഈ ചർച്ചിന്റെ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ വന്ന പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ ഇടയായി തന്നിട്ടുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. ഒരു ബിഷപ്പാകുന്ന തീമോഥെയോസിനോട് അവൻ സ്തോത്രം പൗലോസ് പറയുകയാണ്, വിശുദ്ധന്മാരുടെ കൈവപ്പിനാൽ ഹല്ലേലൂയ, സ്തോത്രം, നിന്നിലുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണമെന്ന് പറയുമ്പോൾ അവൻ സ്തോത്രം, എനിക്കും നിങ്ങൾക്ക് ലഭിച്ചതായ അന്യഭാഷകൾ മാത്രം സന്തോഷിച്ചു പോകുന്ന ഒരവസ്ഥയാണോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്? എത്ര പേർ ദൈവസന്നിധി പ്രാർത്ഥിക്കും കൃപാവരങ്ങളെ ഒന്ന് ജ്വലിപ്പിക്കാൻ വേണ്ടി? എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഏലിയാവ് എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായതുകൊണ്ട് കർത്താവേ, ഏലിയാവിനെ പോലെ ശുശ്രൂഷ ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ സ്വർഗ്ഗവരെ ഉപയോഗിക്കണം? എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്? ഓരോ സഭായോഗങ്ങളിൽ എത്ര പേർ പ്രതീക്ഷയോട് കടന്നു പോകാറുണ്ട്, ദൈവം ഇന്ന് എന്നെ അനുഗ്രഹിക്കുമെന്ന്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാത്രികാല സമയം നമുക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം.
ഹല്ലേലൂയ. ഇന്ന് രാത്രികൾ സമയം ഈ കൂട്ടായ്മയെ സംബന്ധിക്കുമ്പോൾ നമുക്ക് നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. അത് ഇപ്രകാരമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുമെന്ന് എന്നോട് പറഞ്ഞ കർത്താവിന്റെ അമിത ബലം ദൈവം എനിക്ക് തരാൻ പോകുകയാണ്. ഇന്ന് രാത്രിക്കാലം വിശ്വസിച്ച് പറഞ്ഞാട്ട് കർത്താവിന്റെ അമിത ബലത്തിൽ ദൈവനെ നിർത്തുമെന്ന് പറഞ്ഞാട്ട് ദൈവം അങ്ങനെ ചെയ്യാൻ പോകുകയാണ്. രണ്ടാമത് വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. പ്രൈസ് മരുഭൂമിയുടെ അനുഭവങ്ങൾ ഉള്ള കുടുംബങ്ങൾ, വ്യക്തികൾ ദൈവകൃപയിലേക്ക് കടന്നു വരണമെങ്കിലും അവരെ കൂട്ടിവരുത്തണമെങ്കിൽ കുഞ്ഞെ ഇന്ന് രാത്രികാല സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നീ പ്രാപിച്ചെടുത്തോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു. യെശയ്യാവിന്റെ പുസ്തകം 39-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാ പ്രവചനം 39-ാം അധ്യായം 31-ാമത്തെ വാക്യം. 39-ാം അധ്യായം 8 വാക്യമേ ഉള്ളൂ. സോറി, ഞാൻ എടുത്തോട്ടെ. ഞാൻ വാക്യം പറയുന്നതിന് മുമ്പ് ഒരു ഭാഗം കൂടെ പറഞ്ഞു പോയിക്കോട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചന പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 32-ാം അധ്യായത്തിലേക്ക്. മരുഭൂമി മാറണ്ടേ? യെശയ്യാ പുസ്തകം 32-ാം അധ്യായം അതിന്റെ സ്തോത്രം ഹല്ലേലൂയ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ എന്ത് സംഭവിക്കും? മരുഭൂമി ഉദ്യാനമായി മാറും അല്ലേ? ഒന്നും വായിച്ചേ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ മരുഭൂമി ഉദ്യാനമായി മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? ഉയരത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിക്കുമ്പോൾ. വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 35-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചു നോക്കാം. അന്ന് മുടന്തൻ മാനിനെ പോലെ പാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തെ തോടുകളും പൊട്ടിപ്പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരുഭൂമി വായിച്ചേ. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തെ തോടുകളും പൊട്ടിപ്പുറപ്പെടും. അപ്പൊ ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ ദൈവം വന്നു കഴിയുമ്പോൾ മരുഭൂമി സ്തോത്രം ഹല്ലേലൂയ, ആ മരുഭൂമിയുടെ സ്ഥിതി അങ്ങ് മാറാൻ പോവുകയാണ്. ഇന്ന് രാത്രികാല സമയം ഇത് ആർക്കാ ദൈവം നൽകുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. മരുഭൂമി കണക്കെയിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ നന്മയെ പകർന്നു കൊടുത്തുകൊണ്ട് ദൈവകൃപയിലേക്ക് വഴി നടത്തുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ ജനമാകുന്ന എന്നിലേക്കും നിങ്ങളിലേക്കുമാണ് ദൈവം ഈ കൃപ നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ വേദപുസ്തകത്തിൽ അവൻ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുവല്ലോ, അന്ധകാരത്തിൽ നമ്മൾ അത്ഭുത പ്രകാശത്തിന് വിളിച്ചവരെ സന്തുടങ്ങളെ ഘോഷിപ്പതൊക്കെ വേണം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവുമാണ് ഞാനും നിങ്ങളുമെന്ന് തിരുവചനത്തിലൂടെ നമ്മെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രികാല സമയം ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വളരെ വർഷങ്ങളായി എന്ന് ഹൃദയത്തിനകത്ത് സന്തോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാല സമയം വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ ഇതുവരെ? ദൈവദാസനെ നിങ്ങളുടെ സഭയിലുള്ള പ്രിയപ്പെട്ട വിശേഷ അവൻ സ്തോത്രം ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ സ്തോത്രം, വിശേഷാൽ അവൻ മൂപ്പന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അതല്ല മുഴുവൻ ദൈവമക്കളും പരിശുദ്ധാത്മാവിനെ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കത്തക്കവണ്ണം കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയാക്കണം. നിങ്ങളുടെ ദൈവാസനത്തിൽ നിങ്ങളെ ഉത്സാഹിപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ അവൻ ദൈവദാസനോട് പറഞ്ഞിട്ടായാലും അവൻ കാത്തിരിപ്പ് യോഗമൊക്കെ വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ 1-2 പേരൊക്കെ ആയാലും നിങ്ങളുടെ ഭവനങ്ങളൊക്കെ 1-2 കുടുംബങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിടണം. അഭിഷേകം പ്രാപിക്കാനുള്ളവര് കണ്ണുനീരോട് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. വേദപുസ്തകത്തിൽ യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയാം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്ന് രാത്രികാല സമയം കൃപമേൽ കൃപയാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാത്രികാല സമയം അവൻ സ്തോത്രം
അന്നത്തെ പോലെ ശക്തി എനിക്ക് ഇന്നുമുണ്ട് എന്ന് പറയത്തക്കവണ്ണം അന്തരാത്മാവിന് ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അമിസ്തോത്രെ കാലേബിനെ പോലെ നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ അനാക്യ മലന്മാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പിടിക്കുവാൻ ഉള്ള സമയമാണിത്. നിങ്ങളുടെ മേലുള്ള ശുശ്രൂഷയെ, നിങ്ങളുടെ മേലുള്ള ദൈവവിളിയെ നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനുള്ള സമയമാണിത്. ഇത് രാത്രികാലം എത്ര ഏറ്റെടുക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട്, ആത്മാവിൽ ജാഗരിച്ചുകൊണ്ട്, ദർശനങ്ങൾക്ക് വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശക്തിയെ പുതുക്കിക്കാട്ട്, ശക്തിയെ പുതുക്കിക്കാട്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുന്നത്. അങ്ങനെയുള്ളവര് എത്ര പ്രായം കഴിഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം ശരീരത്തിന് ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല. ആരാധിക്കുമ്പോൾ പ്രൈസ് അല്ലാത്തവർ ആരാധിക്കാൻ നിൽക്കുമ്പോൾ അവൻ ഒരു പാട്ട് കഴിയുമ്പോൾ പറയും, പാസ്റ്ററെ ഇരുന്നോട്ടെ ചോദിക്കും, കണ്ണുകൊണ്ട് കാണിക്കും ഇരുന്നോട്ടെ. സ്തോത്രം. ഞങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരെ ആരും പരിഹസിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, ആരാധന തുടങ്ങിയാൽ ആരാധന തീരുന്നവരെ നിൽക്കുന്ന ഒരു മനുഷ്യനായാൽ, അതല്ലെങ്കിൽ മുട്ടുമടക്കി ആരാധിക്കുന്ന, എനിക്ക് വയസ്സ് 51, രോഗം ഒത്തിരിയുണ്ട്, എന്നാൽ ഇത് രാത്രിക്കാൽ സമയം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ആരോഗ്യം വെച്ച് ഞാൻ ആരും തുലനം ചെയ്യുവാൻ സ്വന്തം വയ്യാത്തവർ ഇരുന്നോ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. ആരും ആത്മീയ വാർദ്ധക്യം ആർക്കും ഉണ്ടാകരുത്. ആത്മീയ വാർദ്ധക്യം ആർക്കും ഉണ്ടാകരുത്. ഇരുന്നുകൊണ്ടായാലും അന്യഭാഷയിൽ ആത്മാവിൽ അടരാടി പ്രാർത്ഥിക്കുവാൻ ദൈവജനമേ നമുക്ക് സാധ്യമായി തീരണം. നിങ്ങൾ ഇരിക്കുന്നോ നിൽക്കുന്നോ അല്ല വിഷയം. അന്തരാത്മാവിൽ അകത്തെ ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ നിന്ന് പോരാടി പ്രാർത്ഥിക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലഘട്ടങ്ങൾക്ക് മുൻപ് ദൈവം വാഗ്ദത്തം ചെയ്ത പല വാഗ്ദത്തങ്ങളെയും ഈ നാടുകൾ തിരിച്ചു പിടിക്കുന്ന വിശ്വാസ വീരமான പട്ടികയിൽ നിങ്ങൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. 45 വർഷം മുമ്പ് മോശയുടെ ദൈവം കൊടുത്ത വാഗ്ദത്തം കാലേബിന്, ഹല്ലേലൂയ സ്തോത്രം, നീ ചവിട്ടിയ ദേശം ഞാൻ നിനക്ക് നൽകുമെന്ന്. എന്നാൽ 45 വർഷം കഴിഞ്ഞിട്ടും വാഗ്ദത്തം പ്രാപിക്കാതിരിക്കുക. അവിടെ ഇപ്പോൾ അനാക്യ മല്ലന്മാർ. എന്നാൽ ഹല്ലേലൂയ യോശുവയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയുക, അന്നത്തെ പോലെ ആരോഗ്യം എനിക്ക് ഇന്നുകൊണ്ട്. പ്രാർത്ഥനയിൽ ഇറങ്ങിയപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ അന്നത്തെ പോലെ ആരോഗ്യം ഇന്ന് നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ച കർത്താവിന്റെ ദാസുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവസഭയുടെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരുഭൂമി ആയിരിക്കാം, നിർജ്ജന പ്രദേശമായിരിക്കാം, എന്നാൽ നമ്മുടെ ദൈവത്തിന് പാഴും ശൂന്യവുമായിരുന്നതിനെ ഒരു പൂങ്കാവനമാക്കി മാറ്റുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷികൾ പാടുന്ന, പൂമ്പാറ്റകൾ പറക്കുന്ന, ആമേൻ, മനോഹരമായ ഒരു വസന്തകാലം നിർമ്മിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തിന് മരുഭൂമിയെ പോഷിപ്പിക്കുന്ന ഒരിടമാക്കി മാറ്റുവാനായിട്ട് കഴിയും. ആമേൻ. നമുക്ക് ആ ദൈവത്തിന്റെ മഹാകൃപയിൽ ആശ്രയിക്കാം. നാം വരണ്ടു പോകരുത്. ആത്മീയ വരൾച്ച നമുക്ക് ഉണ്ടാകരുത്. ആത്മീയ ശോഷണം ഉണ്ടാകരുത്. ആത്മീയ വാർദ്ധക്യം ഉണ്ടാകരുത്. ആത്മീയ തളർച്ചയുണ്ടാകരുത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ കഴുകന്മാരെ പോലെ നാം ചിറകടിച്ച് കയറും. ആമേൻ. നിർജ്ജന പ്രദേശം അത് ഉല്ലസിക്കുന്ന അനുഭവം ദൈവം നൽകി തരുവാനിടയാകും. സായാഹ്നം പ്രിയ കർത്താവിദാസനിലൂടെ ദൈവം നമ്മോട് ഇടപെട്ട ദൈവശബ്ദത്തിനായി, ആലോചനകൾക്കായി കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രിയ റോയ് പാസ്റ്ററോട് ഞങ്ങൾ ഹൃദയംഗമായി ഒരിക്കൽ കൂടെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം ആമേൻ അംഗീകരിക്കുകയും ഞങ്ങളുടെ അടുക്കളയിൽ കടന്നു വന്ന് വളരെ ശക്തമായ ആലോചനകൾ കൈമാറുകയും ചെയ്തതിന് ദൈവം പ്രതിഫലം നൽകട്ടെ. ദൈവം മാനിക്കട്ടെ. ആമേൻ. ലഭിച്ചു നൽകുന്ന എല്ലാ വേദികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ബിറ്റ്വീൻ തുടക്കത്തിലെ ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ നമുക്ക് യോഗത്തിന്റെ ആരംഭ സമയത്ത് നേരിടാനിടയായി. പിന്നീട് അത് കുഴപ്പമില്ലാതെ പോയെങ്കിലും മെസ്സേജിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വന്നപ്പോഴേക്കും ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകുവാനിടയായി. ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും അത് കണക്ട് ആകുവാനിടയായി. യൂട്യൂബിൽ അതുകൊണ്ട് ആ ഭാഗം മുതലുള്ളത് ആമേൻ നമുക്ക് ലഭ്യമല്ല. ലൈവ് ആ സമയത്ത് സ്റ്റോപ്പായി പോകുവാനിടയായി. ആമേൻ. ദൈവമക്കൾ ഈ സന്ദേശങ്ങൾ വീണ്ടും ഷെയർ ചെയ്യുക, അനേകരിലേക്ക് എത്തിക്കുക. ആമേൻ. അനേകർക്ക് ഇത് അനുഗ്രഹമാകട്ടെ. സ്തോത്രം. ഇന്ന് പ്രിയ അമല യുക്രൈനിലേക്ക് ഷാർജ വഴി യാത്ര ചെയ്യുന്നു. നാട്ടിലെ 3 മണിക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയിൽ പ്രത്യേകം വഹിക്കാം. പൈതലിനോട് കൂടെ ഇരിക്കട്ടെ. സ്തോത്രം. നാളെ പ്രിയ ജീച്ചാൻ നാട്ടിലേക്ക് അവധിക്കായിട്ട് യാത്ര ചെയ്യുന്നു. യാത്രയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ പ്രിയ ഡോക്ടർ ജിജു നാട്ടിൽ പെട്ടെന്ന് യാത്രയ്ക്കായിട്ട് നാളെ പുറപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അമ്മയുടെ ആങ്ങള
79 വയസ്സുള്ള പ്രിയ പിതാവ് വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതയാൽ ഈ ലോകത്തോട് വിട പറയുവാനിടയായി. അതിനോടുള്ള ബന്ധത്തിൽ പ്രിയ ഡോക്ടർ യാത്ര ചെയ്യുന്നു. കുടുംബത്തെ ദുഃഖത്തിലായിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമാധാനിപ്പിക്കട്ടെ. യാത്രയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ നാളത്തെ ശുശ്രൂഷകളിൽ, നാളത്തെ ദൈവവചനം പങ്കിടാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട പാസ്റ്റർ ഡോക്ടർ KJ മാത്യു ആണ്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ജനറൽ സെക്രട്ടറി ആയി അദ്ദേഹം കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നതോടൊപ്പം ദൈവം അധികം ശക്തമായി ഉപയോഗിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവവചന പ്രഭാഷകനാണ്. നമ്മുടെ ബൈബിൾ സ്കൂളിലെ സ്റ്റുഡൻസിന് അദ്ദേഹം കഴിഞ്ഞ വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയം പഠിപ്പിക്കാനിടയായി. സ്തോത്രം. അതുകൊണ്ട് കൂടുതൽ പരിചിതനാണ്. എന്നാൽ അദ്ദേഹം ക്രൈസ്തവ കൈരളിക്ക് സുപരിചിതനായ വ്യക്തിത്വമാണ്. ദൈവം അതിശക്തമായി ദീർഘവർഷങ്ങളായി ഉപയോഗിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ്. എല്ലാ ദൈവമക്കളും നാളെ ഓൺ ടൈമിൽ തന്നെ പങ്കുചേരുക, പ്രാർത്ഥിക്കുക. ഒരു ഇന്ററപ്ഷൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട് ദൈവമക്കൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഉപവസിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ പ്രാപ്തി പോലെ എല്ലാവരും ഈ ഉപവാസ ദിനങ്ങൾ പ്രയോജനകരമായി ദൈവസന്നിധിയിൽ ചെലവിടണം. സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം. ഈ കേട്ട ആലോചനകൾ നിങ്ങൾ കുറിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ വീണ്ടും പകൽക്കാലങ്ങളിലും ഒന്നുകൂടെ ധ്യാനിക്കുകയും അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച ആത്മീയ വർധനവിനായി ഉപയോഗിക്കുകയും വേണം. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഏതെങ്കിലും പോർഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കണം. നേരെ DNLF QAയുടെ വെബ്സൈറ്റിലേക്ക് പോവുക. യൂട്യൂബിൽ അവിടെ സെർമൺസ് സെഷൻസ് ക്ലിക്ക് ചെയ്യുക. അത് യൂട്യൂബിലേക്ക് നിങ്ങളെ ഫോർവേഡ് ചെയ്യും, നിങ്ങളെ കണക്ട് ചെയ്യും. അവിടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സായാഹ്നവും ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവരോട്, വർഷിപ്പ് സെഷൻ ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രാർത്ഥിച്ച പ്രിയ ആന്റിയോട് സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥനയോടെയും ആശീർവാദത്തോടെയും നമുക്ക് കടന്നു പോകാം. സ്തോത്രം. ഹല്ലേലൂയ. ബ്രദർ അലക്സ് ജോൺ ശബ്ദമുയർത്തി ചുരുക്കമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ആൻഡ്രൂ കുഴപ്പമില്ലല്ലോ? ഓക്കെ. ഹല്ലേലൂയ. അലക്സ് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ ആയിരിക്കും. അതിനുശേഷം ആശീർവാദം ഞാൻ പറയാം. ആമേൻ. ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. ഈശ്വര ഞങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വര നല്ല സമയം തന്നതിനായി സ്തോത്രം. ഈശ്വര ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഈശ്വര അതൊക്കെ ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ ഇടയാക്കണം. ഈശ്വര ഞങ്ങൾക്ക് അത് പ്രാക്ടിക്കൽ ലൈഫിൽ ഈശ്വര അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഇടയാക്കണം. ഈശ്വര ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശ്വര പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശ്വര ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈശ്വര നല്ല സമയം തന്നതിനായി സ്തോത്രം. ഈശ്വര ഞങ്ങൾ പ്രാർത്ഥന സ്തോത്രം. എല്ലാം ഈശ്വരനാഥ് തന്നെ. ആമേൻ. ആമേൻ. സ്വർഗ്ഗം നമ്മുടെ അപേക്ഷകൾക്കെല്ലാം മറുപടി തന്ന് അനുഗ്രഹിച്ചതിനായി കർത്താവിനെ ഉയർത്താം. ഹല്ലേലൂയ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂട്ടായ്മയും കാവലും നാം ഓരോരുത്തരോടൊപ്പവും ലോകം മുഴുവനുമുള്ള വിശുദ്ധന്മാരോടും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളോടും വെള്ളിയാഴ്ച സഭായോഗം കർത്തൃമേശ ശുശ്രൂഷകളോടും രാത്രികാലവും നമ്മുടെ നടുവിൽ ശുശ്രൂഷ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും സഭയോടും കൂടെയും കർത്താവിന്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിനെ ഉയർത്താം, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരേണമേ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹം വന്ദനം. വിശേഷാൽ പ്രിയ റോയ് പാസ്റ്ററോട് ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ഇടുക്കിയിൽ നിന്ന് ദൈവദാസന്മാർ, എനിക്ക് തോന്നുന്നു സ്പർജൻ പാസ്റ്റർ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പാസ്റ്ററോട്, ഷെയ്യ പാസ്റ്ററോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നത് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.